ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഒരു ന്യൂ ക്ലാസ്. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എങ്ങനെയാണ് കിട്ടുന്ന വാല്യൂസിനെ വെച്ച് അൺനോൺ ആയിട്ടുള്ളൊരു വേരിയബിൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. കാരണം റിഗ്രഷനിൽ നമ്മൾ മെയിനായിട്ട് ഇക്വേഷനൊക്കെ പഠിച്ചു. വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും ബി വൈ എക്സ് കാണാനും ബി എക്സ് വൈ കാണാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെച്ച് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയൊരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതായത് ഫ്രം ദ നോൺ വാല്യൂ നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഓഫ് ദ ഏജ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് ദ ഏജ് ഓഫ് വൈഫ് ഫോം ദ ടു റിഗ്രഷൻ ഇക്വേഷൻ ആൻഡ് കാൽക്കുലേറ്റ് ദ ഹസ്ബൻഡ്സ് ഏജ് വെൻ ദ വൈഫ്സ് ഏജ് ഈസ് 16. അപ്പോൾ ഇവിടെ നമുക്ക് ഹസ്ബൻഡിൻ്റെ ഏജും വൈഫിൻ്റെ ഏജും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വൈഫിൻ്റെ ഏജ് 16 ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഏജ് എത്ര എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഓൾസോ ഫൈൻഡ് ദ ഏജ് ഓഫ് വൈഫ് വെൻ ഹസ്ബൻഡ്സ് ഏജ് ഈസ് 40. ഹസ്ബൻഡിൻ്റെ ഏജ് 40 ആവുമ്പോൾ വൈഫിൻ്റെ ഏജ് എത്ര, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് വേരിയബിളും ഉണ്ട്, വൈ വേരിയബിളും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഹസ്ബൻഡിൻ്റെ ഏജിന് എക്സ് എന്നും വൈഫിൻ്റെ ഏജിന് വൈ എന്നും എടുക്കാം. അപ്പോൾ അതിൽ തന്ന വാല്യൂസ്, അതായത് ഹസ്ബൻഡിൻ്റെ ഏജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നതിന് എക്സ് വാല്യൂ ആയിട്ട് എഴുതാം, വൈഫിൻ്റെ ഏജ് വൈ വാല്യൂ ആയിട്ട് എഴുതാം. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ്, എക്സ് വൈ കാണണം, എക്സ് സ്ക്വയർ കാണണം, വൈ സ്ക്വയർ കാണണം. അതൊക്കെ ഇനി നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സ് ഇൻറ്റു വൈ ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 36ൻ്റെ സ്ക്വയർ, വൈ സ്ക്വയർ എന്ന് പറയുന്നത് 29ൻ്റെ സ്ക്വയർ. എല്ലാ കോളവും നമ്മൾ എഴുതിയതിന് ശേഷം ടോട്ടൽ ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് എടുക്കാം. അപ്പോൾ അതിൽ എക്സ് ബാർ കാണണം. എക്സ് ബാർ കാണണമെങ്കിൽ എന്താ ഇക്വേഷൻ, സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് 300 ആണല്ലോ, ബൈ എൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ട് ഇവിടെ 10 നമ്പറാണുള്ളത്. അപ്പോൾ 10, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും, 30 എന്ന് കിട്ടി എക്സ് ബാർ. വൈ ബാർ അതുപോലെ വൈ സ്ക്വയർ ബൈ സിഗ്മ വൈ ബൈ എൻ ആണ് കാണേണ്ടത്. സിഗ്മ വൈ എന്ന് പറയുന്നത് 250 ആണ്, ബൈ എൻ എന്ന് പറയുന്നത് 10 ആണ്, അപ്പോൾ 25. അപ്പോൾ എക്സ് ബാറും വൈ ബാറും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ബി വൈ എക്സ് കാണാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഇട്ട സമയത്ത്, ബി വൈ എക്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുന്നത് എന്തോ അതിനെയാണ് നമ്മൾ താഴെ ഇവിടെ കാണേണ്ടതെന്ന്, അതായത് എക്സ് സ്ക്വയറും സിഗ്മ എക്സ് ഹോൾ സ്ക്വയറും അത്ര ഓർത്ത് വെച്ചാൽ മതി. മുകളിലത്തേക്ക് സെയിം തന്നെയാണ്. അപ്പം എന്താണ് ഇക്വേഷൻ, ഇതിൽ പിന്നെ ഇക്വേഷൻ പഠിക്കാതെ ഒരു രക്ഷയില്ല, അത് പഠിച്ചേ മതിയാവുള്ളൂ. അതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ടെക്നിക്കുകളൊക്കെ ഒപ്പം പറഞ്ഞു തരുന്നുണ്ട്, ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബി വൈ എക്സ് കാണുക എന്ന് പറയുമ്പം ഇവിടെ എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇനി ജസ്റ്റ് വാല്യൂസ് അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടു. എൻ എന്ന് പറയുന്നത് 10 ആണെന്ന് അറിയാം. സിഗ്മ എക്സ് വൈ എല്ലാം ഇവിടെ നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട്, 7623 മൈനസ് സിഗ്മ എക്സ് 300 ആണ്, സിഗ്മ വൈ 250 ഇൻറ്റു ചെയ്തു എൻ സിഗ്മ എക്സ് സ്ക്വയർ 10 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 9738 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ തെറ്റരുത്, സിഗ്മ എക്സ് എന്ന് പറയുന്നത് 300 ആണ്, അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ കാണുന്നത്. അപ്പം നമുക്ക് കിട്ടിയതെല്ലാം കൂടി ഇൻറ്റു ചെയ്തു 76230 മൈനസ് 300 ഇൻറ്റു 250 75000. അതേപോലെ താഴെ 10 ഇൻറ്റു 9738 മൈനസ് 300ൻ്റെ സ്ക്വയർ 90000. അപ്പം ഈ മുകളിലത്തെ എല്ലാം കൂടി മൈനസ് ചെയ്തപ്പോൾ 1230 താഴത്തെ 1380 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.89 ആണ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ബി എക്സ് വൈയും കാണണം. അപ്പോൾ ഈ വൈ അല്ലേ ലാസ്റ്റ് വന്നത്, അപ്പോൾ ഇവിടെ താഴെ എന്താവും, ഇവിടെ സിഗ്മ വൈ സ്ക്വയറും സിഗ്മ വൈ ഹോൾ സ്ക്വയറും ആയിരിക്കും. ഇനി ഇതിൻ്റെ വാല്യൂസ് എല്ലാം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ 10 ആണ്, 7000 നമ്മൾ ചെയ്ത മുകളിലത്തൊക്കെ സെയിം തന്നെ, താഴെ മാത്രമാണ് ഇവിടെ ചേഞ്ച് ആവുള്ളൂ. താഴെ വരുന്ന സമയത്ത് 10 ഇൻറ്റു 6414 അതൊന്ന് മൈനസ് ചെയ്യേണ്ടത് 250ൻ്റെ സ്ക്വയർ ആണ്, കാരണം വൈ സ്ക്വയർ അല്ലേ, സിഗ്മ വൈ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ 0.75 കിട്ടി. അപ്പോൾ ബി വൈ എക്സും ബി എക്സ് വൈയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റിഗ്രഷൻ ഇക്വേഷനിൽ നോക്കാം. വൈ ഓൺ എക്സും കാണണം, എക്സ് ഓൺ വൈയും കാണാം. അപ്പോൾ നമുക്കിവിടെ ഇന്നലെ പറഞ്ഞിരുന്നു, വൈ ഓൺ എക്സ് ആണ് കാണുന്നതെങ്കിൽ ഇവിടെ എന്താ വരിക, വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു, പിന്നെ ഇവിടെ ബി വൈ എക്സ് ആണ് കേട്ടോ. അപ്പോൾ വൈ ആണ് ഫസ്റ്റ് വരിക. അപ്പോൾ വൈ ഓൺ എക്സ് കാണുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താ, എല്ലാം വൈ ആണ് ഫസ്റ്റ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ആണ് കാണേണ്ടത്.
BYX കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഈ ലാസ്റ്റ് വരുന്നത് എന്തോ അതായിരിക്കും ഇവിടെ വരിക. അപ്പോൾ x മൈനസ് എക്സ് ബാർ ആണ്. അങ്ങനെയാണെങ്കിൽ y നമുക്ക് അറിയില്ല, y ആണ് കണ്ടുപിടിക്കുന്ന. അതേപോലെ y ബാർ നമ്മൾ ഓൾറെഡി 25 കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ BYX ഇപ്പോൾ കണ്ടുപിടിച്ചു. ആൻഡ് എക്സ് മൈനസ് എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ y ആണല്ലോ കാണുന്നതിനെ നമുക്ക് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാം. y മൈനസ് ഇനി എന്തൊക്കെയുള്ളത് 0 ഇതിനെ ആദ്യം ഇൻറ്റു ചെയ്യുക. 0.89x മൈനസ് ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 26.7 കിട്ടുന്നത്. ഇനിയുള്ളത് എന്താ, ഈ ഒരു 25 മാത്രമാണ്, അതിവിടെ -25 ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഇക്വേഷൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് അത് ചിഹ്നം മാറ്റി പ്ലസ് ആക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു എക്സ് ഫാക്ടർ ഒഴികെ ഇവിടെ -26.7 ഉണ്ട്, +25 ഉണ്ട്. അപ്പോൾ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ ആഡ് ചെയ്യുക പറയുമ്പോൾ മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ 26.7 25 മൈനസ് ചെയ്യുമ്പോൾ 1.7 വരും. 1.7ൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് വലുത് ഏതാ, അവിടെ 26 അല്ലേ, അപ്പോൾ അതിൻ്റെ ചിഹ്നം മൈനസ് അല്ലേ, അപ്പം -1.7 ആണ് വരിക. ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പോൾ y ഈക്വൽ ടു 0.896 മൈനസ് 1.77. അടുത്ത ഇക്വേഷൻ നമ്മൾ എന്താ കണ്ടത്, എക്സ് ഓൺ വൈ ആണ്. എക്സ് ഓൺ വൈ വരുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു ആദ്യം വരുന്നത്, അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാറും വരും, BYX വരും. ഇവിടെ ഓപ്പോസിറ്റ് ആയത് y മൈനസ് വൈ ബാർ, അതാണ് വരിക. നെക്സ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ BYX അല്ല BXY, അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, BXY ആണ്. അപ്പോൾ y ആണ് ഇവിടെ ലാസ്റ്റ് വരിക, അതുകൊണ്ടാണ് y മൈനസ് വൈ ബാർ വന്നത്. വാല്യൂസ് എല്ലാം നമ്മൾ അതുപോലെ തന്നെ ചെയ്തു. എക്സ് മൈനസ് എക്സ് ബാർ 30 ഉണ്ട്, BYX കണ്ടുപിടിച്ചിട്ടുണ്ട്, y അറിയില്ല, 25 ആണ് y ബാർ. അപ്പോൾ x ഈക്വൽ ടു 0.75 y മൈനസ് 18.75 പ്ലസ് 30 അങ്ങനെ വന്ന് ഇത് സോൾവ് ചെയ്യുന്നത്. എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്തി. ഇനി 0.75y അതുപോലെ തന്നെ എഴുതി. പിന്നെ ഇവിടെ രണ്ടും നമുക്ക് ഡിജിറ്റ്സ് ആണ്. അപ്പം 30 18.75 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 11.25 കിട്ടും. പിന്നെ ഇവിടെ ഒന്ന് പോസിറ്റീവ്, ഇവിടെ ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ കുറച്ചതിന് ശേഷം വലുതിൻ്റെ ചിഹ്നം പറയുമ്പോൾ 30 ആണല്ലോ വലുത്, അപ്പോൾ പ്ലസ് ആണ് ഇവിടെ, അതുകൊണ്ട് പ്ലസ് എന്ന് ചിഹ്നം ഇട്ടു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. ഇനി നമ്മളോട് 2 ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. വൈഫിൻ്റെ ഏജ് 16 ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഏജ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം വൈഫിൻ്റെ ഏജിനെ നമ്മൾ y ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ y ഇൻ ദ ഇക്വേഷനോ എക്സ് ഓൺ വൈ. നമുക്കറിയാം എക്സ് ഓൺ വൈ എന്നുള്ള ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. എക്സ് ഓൺ വൈ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്, ഇതാണ്. എക്സ് ഈക്വൽ ടു 0.75 y പ്ലസ് 11.25. അപ്പോൾ നമ്മൾ അതേ ഇക്വേഷൻ ഇവിടെ എഴുതി. പക്ഷെ ഒറ്റ വ്യത്യാസമില്ല, ഇവിടെ വൈയുടെ വാല്യൂ നമുക്കറിയാം 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ 16 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുക. ആദ്യം 0.75 × 16 ഇൻറ്റു ചെയ്യാം. പിന്നെ അതിന് ശേഷം പ്ലസ് ചെയ്യേണ്ടത് 11.25 പ്ലസ് ചെയ്യാം. അപ്പോൾ 23.25 എന്ന് കിട്ടി. അപ്പോൾ വൈഫിൻ്റെ ഏജ് 16 ആകുമ്പോൾ ഹസ്ബൻഡ് ഏജ് 23.25 അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ ഏജ് 40 ആണെങ്കിൽ വൈഫിൻ്റെ ഏജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ഏജ് എക്സ് അല്ലേ, അപ്പോൾ വൈൻ്റെ മുകളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് ഓൺ വൈ എന്നുള്ള, അപ്പോൾ വൈ നമ്മൾ ഇക്വേഷൻ അവിടെ എടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ എന്താണ്, വൈ ഇൻ ദ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്, വൈ ഓൺ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കൊടുക്കുന്നത് 0.89. എക്സിൻ്റെ അവിടെ നമുക്കറിയാം 40 ആണ് വാല്യൂ, അത് മൈനസ് 1.75. അപ്പോൾ ഇൻറ്റു ചെയ്തതിന് ശേഷം അത് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 35.6 മൈനസ് 1.7 33.9 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വൈഫിൻ്റെ ഏജിന് നമ്മൾ വൈ ആയിട്ട് കൊടുത്തു, ഹസ്ബൻഡിൻ്റെ ഏജിന് എക്സ് ആയിട്ടും കൊടുത്തപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനാണ് ഇവിടെ ആദ്യം കൊടുക്കുക കേട്ടോ. എക്സ് ഓൺ വൈ, ഇവിടെ വൈ ഓൺ എക്സ് കണ്ടുപിടിക്കേണ്ടതിനാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കണ്ടുപിടിക്കേണ്ട വാല്യൂ നമ്മൾ മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് വേറൊരു ടൈപ്പാണ്. കാരണം ഇവിടെ എല്ലാ വാല്യൂസും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ വാല്യൂ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളാണ് ആഡ് ചെയ്തിട്ട് ടോട്ടലൊക്കെ കണ്ടുപിടിച്ച് ബാക്കിയൊക്കെ
ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്കെല്ലാം തന്നിട്ടുണ്ട്. 17 ഒബ്സർവേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് N 17 ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, പ്രൈസ് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, സപ്ലൈനെ വൈ ആയിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ സിഗ്മ എക്സ് അറിയാം, സിഗ്മ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, സിഗ്മ വൈ തന്നിട്ടുണ്ട്, സിഗ്മ വൈ സ്ക്വയർ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് വൈ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിഗ്രഷൻ ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ടു റിഗ്രഷൻ ലൈൻ കാണാൻ പറഞ്ഞിട്ട് വാട്ട് ഈസ് എ സപ്ലൈ വെൻ പ്രൈസ് ഈസ് ₹35. പ്രൈസ് 35 ആവുമ്പോൾ സപ്ലൈ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് എന്താണെന്നാ പറഞ്ഞാൽ ഇവിടെ എക്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ആ ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തന്ന ഇൻഫർമേഷനെ വെച്ചിട്ട് ആദ്യം എക്സ് ബാർ കണ്ടുപിടിക്കുക. എക്സ് ബാർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ 514/17 ചെയ്യുമ്പോൾ 32. വൈ ബാർ കണ്ടുപിടിക്കുമ്പോഴോ 1244 സിഗ്മ വൈ 244/n എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ 14.35 കിട്ടി. ഇനി ബി വൈ എക്സും ബി എക്സ് വൈയും കാണാം. ബി വൈ എക്സ് കാണുമ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇക്വേഷൻ പറയുന്നില്ല, ഇത് സെയിം ഇക്വേഷൻ തന്നെയാണ്. എക്സ് ലാസ്റ്റ് വന്നു. അപ്പോൾ എക്സ് സ്ക്വയറും സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 0.37ഉം ബി എക്സ് വൈ ചെയ്യുമ്പോൾ 2.23 ആണ് കിട്ടുന്നത്. ഇതിൻ്റെയൊക്കെ ഞാൻ ഓൾറെഡി നമ്മളിത് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും ഇത് പറയാത്തത്. ഒന്നുമില്ല, ഇക്വേഷൻ അങ്ങനെ നമ്മൾ എഴുതുന്നു. ഈ ഇക്വേഷനിൽ വരുന്ന ഓരോ വാല്യൂസും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് അങ്ങനെ അപ്ലൈ ചെയ്യുക, ഇൻറ്റു ചെയ്യണമെങ്കിൽ ഇൻറ്റു ചെയ്യുക, മൈനസ് ചെയ്യണമെങ്കിൽ മൈനസ് ചെയ്യുക. അത്ര മാത്രമേ നമ്മളിവിടെ കാൽക്കുലേഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ നോക്കുക. വൈ ഓൺ എക്സ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ വൈ മൈനസ് വൈ ബാർ വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെയാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ സപ്ലൈ ആണ് വൈ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതിനെ ബേസ് ചെയ്തിട്ട്? പ്രൈസിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ കാണേണ്ടത് എന്താ? വൈ ഓൺ എക്സ് ആണ്. വൈ ഓൺ എക്സ് എന്ന് കാണണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ വൈ മൈനസ് വൈ ബാർ 14.35 എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഈക്വൽ ടു പിന്നെ പറഞ്ഞ ബി വൈ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ബി വൈ എക്സ് പറയുമ്പം 0.37 ആണ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ്? 32 എക്സ് മൈനസ് എക്സ് ബാർ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷനിൽ വൈ അല്ലേ കണ്ടുപിടിക്കുക. അപ്പോൾ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കുക. ബാക്കി എല്ലാറ്റിനെയും റൈറ്റിലേക്ക് കൊണ്ടുവരിക. റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓൾറെഡി ഈ ഇക്വേഷൻ്റെ ഇപ്പുറത്തുള്ളതിനെ ആദ്യം അങ്ങനെ തന്നെ എഴുതുക. 0.37 ഇൻറ്റു എക്സ് അത് തന്നെയാണ് മൈനസ്. ഇനി ഇതിനെ തമ്മിൽ ഇൻറ്റു ചെയ്യാം. 0.37 ഇൻറ്റു 32 ചെയ്യുമ്പോൾ 11.84 കിട്ടി. മൈനസ് ഇട്ടു. ഇനി പെൻഡിങ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് 14.35 ഈ ഇക്വേഷൻ്റെ റൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇക്വേഷൻ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത് അല്ലേ. അതിൻ്റെ റൈറ്റിലേക്ക് വന്നപ്പോൾ 14.35 ആയി. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 0.376 പ്ലസ് 2.51. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്തായിരിക്കും? എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ തന്നെ വാല്യൂസ് എല്ലാം എഴുതി. അപ്പോൾ നമ്മളോട് ഗിവൺ പ്രൈസ് എന്ന് പറയുന്നത് 35 ആണെന്ന് തന്നിട്ടുണ്ട്. 35 ആണ് പ്രൈസ് എങ്കിൽ സപ്ലൈ കാണണം. അപ്പോൾ 0.37 എക്സ് പ്ലസ് 2.51 ഈക്വൽ ടു എന്ത് വരും? 0.37 ഇൻറ്റു ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടല്ലോ 35 ആണ്. 35 എഴുതി പ്ലസ് 2.51. അപ്പോൾ ഇവ തമ്മിൽ ആദ്യം ഇൻറ്റു ചെയ്യുക. അതിന് ശേഷം ഈ 2.51 ആഡ് ചെയ്യുക. അപ്പോൾ 15.46 വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ 2 ക്വസ്റ്റ്യനാണ് ചെയ്തത്. നമുക്ക് തന്ന ഒരു വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് കിട്ടാത്തൊരു വാല്യൂ കണ്ടുപിടിക്കുന്നതും അതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്ത് കണ്ടുപിടിക്കാതെ ഡയറക്റ്റ് ഈ വാല്യൂസ് തന്നിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയാണ്. അങ്ങനെ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.